മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര കരാറിൽ ഒപ്പിട്ട് ഇന്ത്യ. സംയുക്ത പ്രഖ്യാപനം ഉടനുണ്ടാകും. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. കരാർ പ്രാബല്യത്തിലെത്താൻ 6 മാസം വരെ സമയമെടുത്തേക്കാം. അതേസമയം കരാറിനെതിരെ അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയും കരാറുമാണ്, കരാറിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഇപ്പോൾ എന്താണ് എതിർപ്പുമായിട്ട് അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്? ഇപ്പോൾ ഒപ്പിട്ട ഉടനെ തന്നെ എതിർപ്പുമായിട്ട് അവരുടെ എതിർപ്പ് പ്രത്യക്ഷത്തിൽ വന്നിരിക്കുകയാണോ? എന്താണ് മറ്റ് വിശദാംശങ്ങൾ? സനീഷെ, വളരെ പ്രധാനപ്പെട്ട കരാറാണ്. ഇന്ന് 15 മിനിറ്റൂടെ 1:15 സംയുക്ത പത്രസമ്മേളനം കരാറിന്റെ പ്രഖ്യാപനം വരുന്നത്. അതിന് മുമ്പേ തന്നെ കരാർ ഒപ്പിട്ട വിഷയം പുറത്തു വന്നപ്പോൾ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി വളരെ ശക്തമായ രീതിയിലാണ് കരാറോട് എതിർപ്പ് പ്രകടിപ്പിച്ചത്. റഷ്യൻ എണ്ണ വാങ്ങിച്ച് അത് യൂറോപ്പില് മറിച്ചു വിൽക്കുകയാണ് ഇന്ത്യ ഈ കരാറോടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ഈ ട്രഷറി സെക്രട്ടറി ആരോപണം. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നത് തുല്യമാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ആണ് 25% ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയത്. അത് ഫലത്തിൽ ഇല്ലാതാക്കുന്ന നടപടിയാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ കരാർ എന്നാണ് അമേരിക്കയുടെ വാദം. ഏതായാലും കരാറിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കരാറായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. മദർ ഓഫ് ഓൾ ട്രേഡ് എന്നാണ് ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. ഏതായാലും ഇത്തരമൊരു കരാറിൽ വളരെ പ്രധാനപ്പെട്ട വിശദ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട പുറത്തു വന്നിരിക്കുന്നത് വൈനിനും വാഹനങ്ങൾക്കുമുള്ള തീരുവ വെട്ടിക്കുറക്കുന്നു എന്നുള്ളതാണ്. ഇറക്കുമതി ചെയ്യുന്ന വൈനിന്റെ തീരുവ അതായത് 150% 20% കുറക്കും. അതുപോലെ ബെൻസ്, BMW, വോക്സ്വാഗൻ, റിനോൾട്ട് അടക്കമുള്ള യൂറോപ്യൻ കാറുകളുടെ ഇറക്കുമതി ചുങ്കം 10% ക്രമേണ എത്തും എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാസ്ത അടക്കമുള്ള സാധനങ്ങൾ സൗജന്യ 100% ഇറക്കുമതി ചുങ്കമാണ് ഒഴിവാക്കുന്നത്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചുള്ള തുകൽ ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ തുടങ്ങിയ എല്ലാ മേഖലയിലുമുള്ള ഉൽപ്പന്നങ്ങൾക്കും ഇതേമാതിരി കയറ്റുമതി ചുങ്കത്തിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ വളരെ വലിയ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. 3% വരെ എത്തും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇനി 17% ഈ യൂറോപ്യൻ വിപണിയിൽ ഇന്ത്യക്ക് സ്ഥാനമുണ്ടായിരിക്കുമെന്നാണ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചോളം